ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. ചെങ്ലെങ്ങും ലൂഷിയും അവളെ വെച്ച് ബെറ്റ് വെച്ചതിന്റെ ദേഷ്യത്തിലാണ് ഷോജു. PT പീരീഡ് അവർ റണ്ണിങ് കോമ്പറ്റീഷൻ നിൽക്കുമ്പോൾ എല്ലാവരെക്കാട്ടും നല്ല സ്പീഡിലായിട്ട് ഷോജു ഓടും. ക്യൂ അവളോട് നീ ബോയ്സിനേക്കാൾ നല്ല സ്പീഡിൽ ഓടുന്നുണ്ട് എന്നൊക്കെ കോംപ്ലിമെന്റ് ചെയ്യും. ലൂഷിയെ അവിടെ കണ്ട് അവൾ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് നിനക്ക് ഇപ്പോഴും അവിടെ ദേഷ്യമാണോ? അവര് ബെറ്റ് വെച്ചാലും ചെങ്ലിങ് നിന്നെ പഠിപ്പിച്ച് നീ പഠിച്ചത് കൊണ്ടല്ലേ നിനക്ക് നല്ല ഗ്രേഡ് കിട്ടിയത്, അതുകൊണ്ട് യഥാർത്ഥ വിന്നർ നീ തന്നെയല്ലേ എന്നൊക്കെ ക്യൂ പറയും. ലൂഷി ഇപ്പോ അവരുടെ സ്പോർട്സ് ടീച്ചർ അടുത്ത് വന്ന് റിലേ കോമ്പറ്റീഷന് അവരെ രജിസ്റ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയും. കഴിഞ്ഞ വർഷം അവർ കോമ്പറ്റീഷന് വേറെ ഒരു സ്കൂളുമായിട്ട് തോറ്റ് ആ സ്കൂളിലെ കുട്ടികൾ ഇവരെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം എന്നൊക്കെ ലൂഷി പറയുമ്പോൾ നിങ്ങളിപ്പോ സീനിയർ 3 ക്ലാസ്സിലെത്തി, അതുകൊണ്ട് സ്റ്റഡീസ് ആണ് ഇപ്പൊ ഇമ്പോർട്ടന്റ്. അതുമല്ല സ്പോർട്സിനൊക്കെ പങ്കെടുപ്പിച്ചാൽ അവന്റെ അച്ഛനടുത്ത് നിന്നും ആ സാറ് നല്ല വഴക്ക് കേൾക്കും എന്നൊക്കെ പറയും. ഞങ്ങൾ ഫ്രീ പീരീഡ് പ്രാക്ടീസ് ചെയ്തോളാം എന്നൊക്കെ ലൂഷി പറഞ്ഞു നിൽക്കുമ്പോൾ റിലേ കോമ്പറ്റീഷന് നമ്മുടെ സ്കൂള് എന്തായാലും ജയിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ സാറ് പറഞ്ഞു നിൽക്കുമ്പോഴാണ് നേരത്തെ ഷോജു ഓടിയ റിപ്പോർട്ട് സാറ് കാണുന്നത്. അവളുടെ പേര് പറയുമ്പോൾ അവളൊന്നും റെഡി ആവില്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല, ഞങ്ങൾ രണ്ടുപേരും ആ കോമ്പറ്റീഷന് പങ്കെടുത്താൽ ജയിക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ലൂഷി പറയുമ്പോൾ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും നമ്മുടെ സ്കൂളിന്റെ അഭിമാനത്തെ ബാധിക്കാൻ പാടില്ല എന്നൊക്കെ സാറ് പറഞ്ഞു കൊടുക്കും. റിലേ കോമ്പറ്റീഷന് വേണ്ട ആൾക്കാരൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം, സാറ് രജിസ്ട്രേഷൻ ഒക്കെ നോക്കിയാൽ മതി എന്നും പറഞ്ഞ് ലൂഷി അവിടുന്ന് പോകും. റണ്ണേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ബോബോനായിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടാവുക. ഞാൻ എല്ലായിടത്തും തെരഞ്ഞു, പക്ഷെ ആരെയും കിട്ടിയില്ല എന്ന് ബോബോ പറയുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നോർത്ത് നിൽക്കുമ്പോഴാണ് ഷോജു അവിടെ ഇരിക്കുന്നത് കാണുന്നത്. സാറ് പറഞ്ഞതുപോലെ ഇനി ഷോജു മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിച്ച് ലൂഷി അവിടെ ചെന്ന് അവളുടെ വാക്ക്മാൻ എടുത്ത് അവിടെ നിന്ന് ഓടും. നിനക്കിത് വേണമെങ്കിൽ എന്നെ ഓടി പിടിക്കാൻ വേണ്ടി അവൻ പറയും. അങ്ങനെ ആ സ്കൂൾ ഫുള്ളും അവളെ അവൻ ഓടിക്കും. അങ്ങനെ അവർ ഗ്രൗണ്ടിലെത്തി നീ എത്രത്തോളം ഫാസ്റ്റിൽ ഓടും എന്ന് ഞാൻ നോക്കിയതാണ് എന്ന് അവൻ പറയും. അവിടുന്ന് അവളുടെ വാഗ്മാനം എടുത്ത് ദേഷ്യത്തിൽ അവൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഷോജു അവിടുന്ന് പോകും. ബോബോ അവിടേക്ക് വന്ന് അവൾ നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടുന്നുണ്ട്, അവളാണ് നമ്മുടെ റിലേക്ക് ബെസ്റ്റ് എന്നൊക്കെ പറയും. സ്കൂൾ വിട്ട് തിരിച്ചു പോകുമ്പോൾ ബോബോ ലൂഷിയും അവളുടെ പുറകെ വന്ന് അവളോട് മിക്സഡ് റിലേ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടി പറയും. ടീച്ചേഴ്സ് അതിന് അലോ ചെയ്തിട്ടില്ല എന്നും അതുമല്ല അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നും പറഞ്ഞ് അവളെ ആറ്റിറ്റ്യൂഡ് കാണിച്ച് അവിടുന്ന് പോകും. അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ട് അവന് ദേഷ്യം വരുമ്പോൾ അവളോട് ഈ ആറ്റിറ്റ്യൂഡിലൊന്നുമല്ല നല്ലപോലെ ബഗ് ചെയ്യാനൊക്കെ ബോബോ പറഞ്ഞു കൊടുക്കും. അടുത്ത ദിവസം സ്കൂളിലേക്ക് അവൾക്ക് ഫുഡ് ഒക്കെ ആയിട്ട് ലൂഷി പോകും. ഇതൊക്കെ നിനക്കുള്ളതാണ്, ഇത് കഴിച്ചു കണ്ട് നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് അവൻ പറയുമ്പോൾ അവൾ അതൊക്കെ കഴിച്ചുകൊണ്ട് സ്പോർട്സിന്റെ കാര്യമാണെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല, സ്പോർട്സിൽ പങ്കെടുത്ത് മാർക്ക് കുറഞ്ഞാൽ സാറ് വഴക്ക് പറയും എന്ന് അവൾ പറഞ്ഞത് കേട്ട് അതാണ് നിനക്ക് പേടി, നമ്മൾ കോമ്പറ്റീഷന് പങ്കെടുത്ത് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പളിന് ഒരുപാട് ഹാപ്പി ആകും, അതുമാത്രമല്ല PEക്ക് പങ്കെടുത്താൽ നമ്മുടെ ഗ്രേഡും കൂടും എന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾ ഏകദേശം കൺവിൻസ്ഡ് ആകും. എന്നാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അവൾ പറയുമ്പോഴാണ് ആലോചിക്കാൻ മാത്രം എന്താ ഉള്ളത്, നിന്റെ ഗ്രേഡ് എന്തായാലും മോശമല്ലേ, അതുകൊണ്ട് PEക്ക് പങ്കെടുക്കുന്നതാണ് നിനക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് അവൻ പറയുക. അവളുടെ ഗ്രേഡിനെ കുറിച്ച് അവൻ പറഞ്ഞത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. എന്റെ ഗ്രേഡ് കുറവായതുകൊണ്ട് എനിക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഈ സ്പോർട്സിലൊന്നും ഞാനില്ല എന്ന് അവൾ പറയും. അവിടുന്ന് അവൾ പോകാൻ നിൽക്കുമ്പോൾ അവൻ അവളുടെ കൈക്ക് പിടിക്കുമ്പോൾ അവളുടെ വാക്ക്മാൻ നിലത്ത് വീഴും. അവള് ദേഷ്യത്തിൽ അവനെ നോക്കുമ്പോൾ അവനത് പ്ലേ ചെയ്തൊക്കെ നോക്കി ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ചെറിയ സ്ക്രാച്ച് അല്ലേ എന്നൊക്കെ പറയും. അവള് വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ ഇത് പഴയ വാക്ക്മാൻ അല്ലേ, നമ്മൾ കോമ്പറ്റീഷന് ജയിച്ചാൽ നിനക്ക് പുതിയൊരെണ്ണം ഞാൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ അവൻ പറയും. അങ്ങനെ അവര് വീണ്ടും അടിയാക്കും. കറക്റ്റ് സമയത്ത് ബോബോവും ക്യൂവും വന്ന് അവർ രണ്ടുപേരെയും മാറ്റും. വീട്ടിലെത്തി അവൻ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ അവന്റെ അച്ഛൻ കയറി വന്ന് നിനക്ക് കുറച്ച് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തോടെ എന്ന് പറഞ്ഞ് TV ഒക്കെ ഓഫ് ചെയ്യും. ഞാൻ ഒരുപാട് ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് പഠിക്കാനൊന്നും ടൈം കിട്ടുന്നില്ല, അച്ഛനല്ലേ പറഞ്ഞത് നമുക്ക് നാട്ടിൽ ഒരുപാട് സ്ഥലമുണ്ടെന്ന്, എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യാം എന്ന് അച്ഛൻ പറഞ്ഞില്ലേ എന്നൊക്കെ അവൻ പറഞ്ഞത് കേട്ട് അവന്റെ അച്ഛന് ഒരുപാട് ദേഷ്യം വരും. ആ സമയത്തായിരിക്കും അവന്റെ അമ്മയുടെ കോൾ വരിക. ഇവൻ പഠിക്കാത്തതിനെ കുറിച്ചും ടീച്ചേഴ്സ് പറഞ്ഞത് കേൾക്കാത്തതിനെ കുറിച്ചും ഒക്കെ അച്ഛൻ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടേ നിൽക്കും. ഇതൊക്കെ കേട്ട് അവൻ അവന്റെ ബാഗ് എടുത്തുകൊണ്ട് അവന്റെ അമ്മ കേൾക്കാൻ വേണ്ടി ഞാൻ ഇനി മുതൽ പഠിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് റൂമിലേക്ക് പോകും. അവൻ റൂമിൽ ബുക്ക് വായിച്ചിരിക്കുമ്പോൾ ഷോജു അവന്റെ റൂമിന് പുറത്ത് വന്ന് ഉറക്കെ അവന്റെ പേര് വിളിക്കും. അവളുടെ വാക്ക്മാൻ വർക്ക് ആവുന്നില്ല, അതുകൊണ്ട് അവനോട് സംസാരിക്കുന്നുണ്ട്, അവനോട് താഴേക്ക് വരാൻ വേണ്ടി അവൾ പറയുമ്പോൾ അവൾക്ക് സംസാരിക്കണമെങ്കിൽ മുകളിലേക്ക് വരാൻ വേണ്ടി അവനും പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ സ്ട്രീറ്റിലിരുന്ന് ഉറക്കെ അടി ഉണ്ടാക്കുന്നത് കേട്ട് ചെങ്ലങ് പുറത്തേക്ക് വരും. ഇവൻ എന്റെ വാക്ക്മാൻ കേടാക്കി എന്നവൾ പറഞ്ഞത് കേട്ട് അത് ഞാനാണ് കേടാക്കിയത്, എന്ത് നിനക്ക് എന്റെ തെളിവ്, ഞാൻ ഗേൾസിനോട് അടി ഉണ്ടാക്കാറില്ല എന്നും പറഞ്ഞ് അവൻ വിൻഡോ ക്ലോസ് ചെയ്യും. അവൻ എന്നിട്ട് അവനോട് തന്നെ പറയും ഞാൻ എന്തിനാ വീണ്ടും വീണ്ടും അവളോട് അടി ഉണ്ടാക്കാൻ പോകുന്നത്, അവളെ എങ്ങനെയെങ്കിലും സ്പോർട്സിന് പങ്കെടുപ്പിക്കാനല്ലേ ഞാൻ നോക്കുന്നത് എന്നൊക്കെ.
അവളുടെ വാക്ക്മാൻ റെഡിയാക്കി തരാം എന്ന് ചെങ്ലിങ് പറയുമ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ പോകാൻ നിൽക്കുമ്പോൾ അവളുടെ പേരിൽ ബെറ്റ് വെച്ചതിന് അവൻ അവളോട് സോറി പറയും. അങ്ങനെ ആ വാക്ക്മാൻ റെഡിയാക്കാനൊക്കെ ചെങ്ലിങ്ങിന്റെ അടുത്ത് കൊടുക്കും. അടുത്ത ദിവസം അവളുടെ വാക്ക്മാൻ റെഡിയാക്കിയിട്ട് ചെങ്ലിങ് അവൾക്ക് കൊടുക്കും. അങ്ങനെ അവർ നടക്കുമ്പോൾ സ്പോർട്സ് പ്രോഗ്രാമിന് പങ്കെടുക്കുമോ എന്ന് ചെങ്ലിങ് അവളോട് ചോദിക്കും. എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, ലൂഷിയോ എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ എന്റെ മാർക്സ് കുറയുമോ എന്നാണ് എനിക്ക് പേടി എന്നൊക്കെ അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളെ കൺവിൻസ് ചെയ്യാതെ സ്റ്റഡീസ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയും. അവരുടെ PE പീരീഡ് നീ അവളെ കൺവിൻസ് ചെയ്തോ എന്നൊക്കെ ലൂഷി ചെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൾക്ക് അവളുടെ സ്റ്റഡീസ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് ചെങ്ലിങ് പറയും. അവിടേക്ക് ഷോജു വന്ന് അവളുടെ വാക്ക്മാൻ നന്നാക്കി തന്നതിന് പകരമായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. ഈ സമയം ലൂഷി ഓരോന്ന് പറഞ്ഞ് അവളെ കളിയാക്കും. അങ്ങനെ അവൻ അവളുമായിട്ട് ഒരു പുതിയ ബെറ്റ് വെക്കും. അവളുടെ മുകളിലൂടെ ചെങ്ലിങ് ചാടിയാൽ അവൾ അവർക്ക് രണ്ടുപേർക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. അഥവാ അവൻ ചാടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവൾ പറയുന്നത് അവൻ കേൾക്കാമെന്ന് പറയും. നിങ്ങൾ ബെറ്റ് വെക്കുന്നതിൽ എപ്പോഴും എന്തിനാ എന്നെ കൂട്ടുന്നത് എന്ന് ചെങ്ലിങ് ചോദിക്കുമ്പോൾ ലൂഷി അവന്റെ അടുത്ത് ചെന്ന് പതുക്കെ പറയും, എന്റെ അമ്മ എനിക്കായിട്ട് പുതിയ ഗെയിമിംഗ് കാർഡ്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചെങ്ലിങ് ആ ബെറ്റിനൊക്കെ ഓക്കെ പറയും. അങ്ങനെ ചെങ്ലിങ് ഓടി വന്ന് അവളുടെ മുകളിലൂടെ നല്ല കൂളായിട്ട് ജമ്പ് ചെയ്യും. അവൻ അങ്ങനെ അവളുടെ തലയിലൂടെ ജമ്പ് ചെയ്യുന്നത് കണ്ട് അവൾക്ക് വീണ്ടും അവനോട് ക്രഷ് ആകും. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് നീ ഓക്കെ അല്ലേ എന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ ബെറ്റിൽ ഫെയിൽ ആയില്ലേ, ഞാൻ നിങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകും. ഇവരുടെ ക്ലാസ് ടൈം ആയതുകൊണ്ട് ഇവള് ഫുഡ് വാങ്ങിക്കാൻ പോയാൽ ടീച്ചേഴ്സ് അവളെ വഴക്ക് പറയുമോ എന്ന് ചെങ്ലിങ് പേടിക്കുമ്പോൾ ഈ ടൈമില് ടീച്ചേഴ്സ് ഒന്നും പുറത്തുണ്ടാകില്ല എന്നൊക്കെ ലൂഷി പറയും. ലൂഷി ആരും കാണാതെ സ്റ്റാഫ് റൂമിൽ കയറി അവന്റെ ടീച്ചർ എടുത്തു വെച്ച അവന് ഗെയിമിംഗ് സ്റ്റേഷൻ തിരയും. അങ്ങനെ അത് കിട്ടി അവൻ പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അവന്റെ ടീച്ചർ അവിടേക്ക് വരിക. ഡോറിന്റെ പുറകിലായിട്ട് ഒളിച്ചു നിന്ന് ടീച്ചറെ കാണാതെ അവൻ രക്ഷപ്പെടും. ടീച്ചറുടെ കണ്ണ് പെടാതിരിക്കാൻ അവൻ വിൻഡോ വഴി പുറത്ത് ചാടിയതായിരിക്കും. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴായിരിക്കും അവിടെ പ്രിൻസിപ്പൾ വരുന്നത് കാണുക. പ്രിൻസിപ്പളിന്റെ കണ്ണ് പെടാതിരിക്കാൻ അവൻ നോക്കുമ്പോഴായിരിക്കും ആ വഴി ഷോജു വരുന്നത്. അവള് ടീച്ചറെ കണ്ടൊളിഞ്ഞിരിക്കുമ്പോൾ ലൂഷിയെ കാണും. പ്രിൻസിപ്പൾ വരുന്നുണ്ട്, അവിടെ പെട്ടെന്ന് പോകാൻ വേണ്ടി ലൂഷി അവളോട് പറയും. അവൻ ബിൽഡിങ്ങിന് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് അവനെ എന്തായാലും ടീച്ചർ കാണും എന്ന് അവൾക്കറിയാം. അവനെ രക്ഷിക്കണോ അതോ സ്വയം എസ്കേപ്പ് ആവണോ എന്ന് ആലോചിച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവളെ ടീച്ചറുടെ മുമ്പിലേക്ക് നടക്കും. ക്ലാസ് ടൈമില് നീ എന്താക്കാണ്, ഇത്രയും ബണ്ണൊക്കെ നീ ആർക്ക് വാങ്ങിക്കൊണ്ടുപോവുകയാണ് എന്നൊക്കെ സാർ ചോദിക്കുമ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ആദ്യം തന്നെ സാർ അവനെ കാണാതിരിക്കാൻ വേണ്ടി അവള് സൈഡിലേക്ക് നീങ്ങും. ഞാൻ PE കളിച്ച് ഒരുപാട് ക്ഷീണിച്ചു, അതുകൊണ്ട് ഈ ബണ്ണൊക്കെ എനിക്ക് ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ ഇത്രയും ബണ്ണൊന്നും നിനക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് സാറ് പറഞ്ഞത് കേട്ട് ഇത് ഫുൾ എനിക്ക് കഴിക്കാൻ പറ്റും, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ ഓരോ ബണ്ണായിട്ട് കഴിക്കാൻ തുടങ്ങും. ഈ സമയം കൊണ്ട് ലൂഷി അവിടുന്ന് ചാടി ദൂരെ നിന്നും അവിടേക്ക് ഓടി വന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ക്ലാസ് കട്ട് ചെയ്തിട്ട് അവിടെ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് പ്രിൻസിപ്പളിനോട് പറയും. അങ്ങനെ അവരോട് രണ്ടുപേരോടും ക്ലാസ് പോകാൻ വേണ്ടി പ്രിൻസിപ്പൾ പറഞ്ഞ് സാർ അവിടുന്ന് പോകും. ആ ബന്ന് ഫുള്ള് കഴിച്ചത് കൊണ്ട് അവൾ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടാകും. അവൻ പുറകിൽ നിന്നും അവളുടെ വയറൊക്കെ അമർത്തി അവളെ രക്ഷിക്കും. നിന്നോട് രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞതല്ലായിരുന്നു, നീ എന്തിനാ സാറ് മുമ്പിൽ പോയത് എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ എന്നെ സാറ് പിടിക്കുകയാണെങ്കിൽ എന്നെ കുറച്ച് ചീത്ത പറയും, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ മുകളിൽ കയറിയതിന് നിന്നെ സാറ് പിടിച്ചാൽ നിനക്ക് പണിഷ്മെന്റ് കിട്ടും എന്നവൾ പറയും. അങ്ങനെ അവൻ അവളുടെ ഷോൾഡറിലൊക്കെ തട്ടി താങ്ക്സ് പറയുമ്പോൾ അത്രയും ബന്നൊക്കെ കഴിച്ചത് കൊണ്ട് അവൾ അവന്റെ ഷർട്ടിലേക്ക് വൊമിറ്റ് ചെയ്യും. അവൾ അവനോട് സോറിയൊക്കെ പറഞ്ഞ് അവൾ അത് കഴുകി തരാമെന്ന് പറയുമ്പോൾ അവൻ ആ ടീഷർട്ട് ഊരി കൊടുത്ത് ഇവിടെ ടിഷ്യൂ ഒന്നുമില്ല, അതുകൊണ്ട് എപ്പോഴെങ്കിലും കഴുകിയിട്ട് നീ തന്നെ വെച്ചോളാൻ പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. അവൾ അങ്ങനെ വീട്ടിലെത്തി അവന്റെ ടീഷർട്ടൊക്കെ കഴുകുമ്പോൾ അവളുടെ അനിയൻ അവിടേക്ക് വന്ന് നീ ബോയ്സിന് ടീഷർട്ടൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണോ, ഇതൊക്കെ പപ്പി ലവാണെന്ന് പറഞ്ഞ് അവളെ കളിയാക്കും. നിനക്ക് എന്റെ അടുത്ത് വഴക്ക് കേൾക്കണമെങ്കിൽ അവിടുന്ന് പൊയ്ക്കോ എന്ന് അവൾ പറയുമ്പോൾ ഷോജുവിന് ഒരാളുടെ ലവ് ഉണ്ട്, അവള് ബോയ്സിന്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കാണെന്നും പറഞ്ഞ് അവളുടെ അനിയൻ അവിടെ ഉറക്കെ വിളിച്ചു പറയും. അത് പറഞ്ഞുകൊണ്ട് അവൻ അവിടെയൊക്കെ ഓടുമ്പോ അവള് അവന്റെ പുറകെ ഓടും. അങ്ങനെ ഓടി ഓടി രണ്ടുപേരും ഇപ്പൊ മരത്തിന് മുകളിൽ കയറിയിരിക്കുകയാണ്. രണ്ട് ആന്റീസ് ഞങ്ങൾ ലാഡർ എടുത്ത് വരാം, നിങ്ങൾ അവിടെ നിൽക്ക് എന്നും പറഞ്ഞ് അവിടുന്ന് പോകും. ഒരാവേശത്തിന് കയറിയതാണെങ്കിലും രണ്ടുപേർക്കും ഇപ്പൊ ഇറങ്ങാൻ പറ്റുന്നില്ല. അവരങ്ങനെ അവിടെ നിന്ന് കരയുമ്പോ ലൂഷി ആ വഴി വരും. മരത്തിൽ കയറിയതിന് ഷോജുനെ കളിയാക്കുമ്പോഴായിരിക്കും അതിന് തൊട്ടപ്പുറത്ത് അവളുടെ അനിയനെ അവൻ കാണുന്നത്. അവനോട് താഴേക്ക് ചാടിക്കോ, ഞാൻ പിടിക്കാം എന്ന് ലൂഷി പറയും. അങ്ങനെ ആ കുട്ടി താഴേക്ക് ചാടുമ്പോൾ ലൂഷി അവനെ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. ഷോജുനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവൻ പറയുമ്പോൾ എന്റെ ചേച്ചിയുടെ വെയിറ്റ് വെച്ച് എനിക്ക് അവളെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, എന്റെ രണ്ട് കൈയും ഒടിഞ്ഞു പോകും എന്നും പറഞ്ഞ് ഷോജുവിനോട് പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി അവൻ പറയും. അവൻ പറഞ്ഞതുപോലെ പതുക്കെ അവൾ താഴേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ കൈയുടെ പിടുത്തം വിട്ട് അവള് നേരെ താഴേക്ക് വീഴും. അവള് ചെന്ന് വീഴുന്നത് ലൂഷിയുടെ മേലേക്കായിരിക്കും. ഷോജു എഴുന്നേറ്റ പാടെ ജോഷു ഓക്കെ ആണോ എന്നാണ് നോക്കുന്നത്. അവര് ഫുൾ ടൈം അടിയാണെങ്കിലും അവൾക്ക് അവളുടെ ബ്രദറിനോട് കെയറിംഗ് ഒക്കെ ഉണ്ട്. അവളെ രക്ഷിച്ചത് താങ്ക് യു പറയാൻ വേണ്ടി അവൻ പറയുമ്പോൾ നിന്നോട് ഞാൻ രക്ഷിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ
എന്നായിരിക്കും അവൾ പറയുക. അവളുടെ അനിയനുമായിട്ട് അവൾ വീണ്ടും മടിയുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ലൂഷിയുടെ പുറകിലായിട്ട് അവൻ ഒളിച്ച് അവൾ ആരോ ആയിട്ട് ഇഷ്ടത്തിലാണെന്ന് അവൻ വീണ്ടും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. അത് കേട്ട് ലൂഷി ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഒരു ബോയുടെ സ്കൂൾ യൂണിഫോം കഴുകി കൊടുക്കുന്ന ഞാൻ കണ്ടതാണ് എന്നവൻ പറയും. അത് അവന്റെ യൂണിഫോം ആണെന്ന് മനസ്സിലാക്കി നീ അത് കഴുകിയോ എന്നവൻ ചോദിക്കുമ്പോൾ ഓ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണല്ലേ എന്ന് പറഞ്ഞ് ഷോജു കളിയാക്കാൻ തുടങ്ങും. അങ്ങനെ അവനെയും കൊണ്ട് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ലൂഷി അവളെ വിളിച്ച് സ്പോർട്സിന്റെ കാര്യം വീണ്ടും ചോദിക്കും. നിനക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസിനായിട്ട് ഞങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്യും. അഥവാ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് മറന്നേക്ക് എന്നും പറഞ്ഞ് അവൻ പോകും. അവരങ്ങനെ നടന്നു പോകുമ്പോൾ ചെങ്ലൻ കുറെ സാധനമായിട്ട് വരുന്നുണ്ടാകും. അവന്റെ കയ്യിൽ നിന്നും കുറച്ച് സാധനം വാങ്ങി അവരങ്ങനെ നടക്കുമ്പോൾ ലൂഷി സ്പോർട്സിൽ പങ്കെടുക്കാൻ വേണ്ടി വീണ്ടും ചോദിച്ചു. അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ എന്ന് അവൾ ചോദിക്കും. മിക്സഡ് റിലേ കോമ്പറ്റീഷനിൽ നമ്പർ 14 സ്കൂളായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് വർഷമായിട്ട് ജയിക്കാൻ പറ്റിയിട്ടില്ല. ഗ്രാജുവേഷൻ മുമ്പ് അവരോട് റിവെഞ്ച് ചെയ്യണം എന്നാണ് ലൂഷിയുടെ ആഗ്രഹം എന്നൊക്കെ ചെങ്ലങ് പറയുമ്പോൾ ഞാനതിൽ പങ്കെടുക്കണോ എന്ന് അവൾ ചോദിക്കും. അവളോട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട സ്റ്റഡീസ് ആണ് ഇമ്പോർട്ടന്റ് എന്നവൻ പറയും. പക്ഷെ നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്രാക്ടീസ് ടൈം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നവൻ പറയുമ്പോൾ ഞാനുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് അവൾ ചിരിച്ചുകൊണ്ട് ചോദിക്കും. അടുത്ത ദിവസം സ്കൂളൊക്കെ വിട്ട് ലൂഷി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടേക്ക് ബോബോ വന്ന് അവളോട് നല്ല സ്വീറ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറയും. നീ നല്ല പ്രിറ്റിയാണ് എന്നൊക്കെ അവളോട് പറയുമ്പോൾ അവൾ സമ്മതിക്കും. ഇതൊക്കെ കേട്ട് ഇങ്ങനെയൊന്നും ഞാൻ പറയില്ല എന്ന് ലൂഷി പറയും. അങ്ങനെയാണെങ്കിൽ അവളോട് കരഞ്ഞ് പറഞ്ഞു നോക്ക്, ഗേൾസ് ഭയങ്കര സോഫ്റ്റ് ആണ്, കരഞ്ഞ അവര് വേഗം വീഴും എന്ന് പറയുമ്പോൾ ആദ്യം ലൂഷി സമ്മതിക്കില്ലെങ്കിലും വേറെ വഴിയില്ലാതെ അവർ ബോട്ടിൽ നിന്ന് വെള്ളമൊക്കെ കണ്ണിലാക്കി കരയുന്ന പോലെ നിൽക്കും. അവിടേക്ക് ചെങ്ലങ് എത്തുമ്പോൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, അവൾക്ക് ഇപ്പൊ സ്റ്റഡീസ് ആണ് ഇമ്പോർട്ടന്റ്, അതുമല്ല അവൾ പോയെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവൾ പോയതറിഞ്ഞ് അവർ 3 പേരും പ്രാക്ടീസിനായിട്ട് പോകും. അവരങ്ങനെ ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അവിടെ ഷോജു ട്രെയിൻ ചെയ്യുന്നുണ്ടാകും. അവളെ കണ്ടതും അവരെല്ലാവരും ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലും. അവൾ അവളുടെ മനസ്സ് മാറ്റി സ്പോർട്സിൽ പങ്കെടുക്കാൻ റെഡിയാകുമ്പോൾ ലൂഷി വളരെ ഹാപ്പി ആകും. അങ്ങനെ അവരെല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അവർ റോഡിലും ഗ്രൗണ്ടിലായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ അവർ 5 പേരും നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടാകും. ഷോജു ലൂഷിയുടെ യൂണിഫോം തിരിച്ചു കൊടുക്കുമ്പോൾ ബോബോ അത് കണ്ട് നിങ്ങൾ തമ്മിലും ഡേറ്റിംഗിലാണോ എന്ന് പറഞ്ഞ് കളിയാക്കും. ഷോജുവും ലൂഷിയും അവനെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ നേരെ ചെന്ന് അവരുടെ പ്രിൻസിപ്പളിനെ നേരെ ഇടിക്കും. പെർമിഷൻ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്തതിന് അവർക്ക് എല്ലാവർക്കും പണിഷ്മെന്റ് കിട്ടും. കുറെ നേരമായി സെയിം പൊസിഷനിൽ ഇരുന്ന് അവരെല്ലാവരും തളർന്നിട്ടുണ്ടാകും. അവരുടെ PE സാറും പ്രിൻസിപ്പളും വരുമ്പോൾ ഇവരുടെ പേര് സ്പോർട്സിൽ എൻ്റർ ചെയ്തതിന് PE സാറിന് ഒരുപാട് ചീത്ത കേൾക്കും. അവരോട് പ്രാക്ടീസ് ഒക്കെ നിർത്തി സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ സാറ് പറയും. അങ്ങനെ സ്പോർട്സ് ഡേ ആകും. അവര് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അവരുടെ സ്കൂളിലെ സ്റ്റുഡൻസ് ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യും. ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ട് ഷോജു ടെൻസ്ഡ് ആവും. അവളോട് നെർവസ് ആവണ്ട പറഞ്ഞ് ലൂഷി അവളെ മോട്ടിവേറ്റ് ചെയ്യും. അവരുടെ PE സാറിന്റെ അടുത്തെത്തുമ്പോൾ നിങ്ങളെ പ്രിൻസിപ്പൾ അലോ ചെയ്തോ എന്ന് സാർ ചോദിക്കും. പ്രിൻസിപ്പൾ അറിയാതെ ആയിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ഒന്നുമില്ല, അതുമല്ല പ്രിൻസിപ്പൾ ഈ വഴിയൊന്നും വരില്ല എന്നൊക്കെ അവർ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നിങ്ങൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ഈ കോമ്പറ്റീഷൻ വിൻ ചെയ്യണം എന്ന് സാറ് പറയും. അവരങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്പർ 40 സ്കൂൾ സ്റ്റുഡൻസ് വന്നിട്ട് ഇവരോടൊന്ന് കൊമ്പ് കോർക്കും. ലൂസർ ടീം വിന്നേഴ്സിനെ മാസ്റ്റർ എന്ന് വിളിക്കണം. ആ കാര്യം ഷോജു ഇപ്പോഴാണ് അറിയുന്നത്. ഇതെന്താ എന്നോട് നേരത്തെ പറയാത്തത്, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഈ കോമ്പറ്റീഷൻ പങ്കെടുക്കുമായിരുന്നല്ലോ എന്ന് അവൾ പറയും. അവളുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടി കൂൾ ഡ്രിങ്ക്സ് വാങ്ങാൻ വേണ്ടി ലൂഷി അവളെ പറഞ്ഞയക്കും. അവള് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി വരുമ്പോൾ ആ നമ്പർ 40 സ്കൂളിലെ 2 സ്റ്റുഡൻസ് വന്ന് അവളുടെ കാലിൽ തട്ടും. അവള് വീഴാൻ പോയി അവളുടെ കയ്യിലുള്ള കൂൾ ഡ്രിങ്ക്സ് എല്ലാം വേറൊരു കുട്ടിയുടെ ഡ്രസ്സിലേക്കാകും. അവള് സോറിയൊക്കെ പറഞ്ഞ് വിന്നേഴ്സിന്റെ പ്രൈസ് ലിസ്റ്റിൽ ഒരു ബാർ സോപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും ജയിച്ച് ആ സോപ്പ് നിനക്ക് കൊണ്ടുതരാം, അതുകൊണ്ട് ഈ ഡ്രസ്സിൽ കറയെല്ലാം മാറും എന്നൊക്കെ അവൾ പറയും. അവര് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകും. പോയതിനു ശേഷം ആ കുട്ടിയുടെ പേര് ചോദിക്കാൻ വേണ്ടി ഷോജു നടക്കുമ്പോഴാണ് അവൾ അറിയുന്നത് അവളുടെ കാലിൽ ഫ്രാക്ചർ വന്നിട്ടുണ്ടെന്ന്. അവൾക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അവളെ കണ്ടതും ലൂഷി ഓടി വന്ന് കൂൾ ഡ്രിങ്ക്സ് എവിടെയെന്ന് ചോദിക്കും. ഞാൻ വരുന്നത് വഴി അതൊക്കെ വീണ് പോയി എന്ന് അവൾ പറയും. അങ്ങനെ അവളുടെ കാലിൽ വയ്യാത്തത് അവൾ പറയാൻ നിൽക്കുമ്പോൾ അവരുടെ കൂടെ റിലേക്ക് പങ്കെടുക്കുന്ന ആ പെൺകുട്ടിക്ക് തീരെ വയ്യ എന്നും അതുകൊണ്ട് ആ കുട്ടിക്ക് പകരമായി ഷോജുവിനോട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഓടാനൊക്കെ അവൻ പറയും. അവരുടെ ടീമിന്റെ ഹോപ്പ് ഫുള്ളും ഷോജുവിലാണെന്ന് അവൻ പറയും. ഇത് കേട്ട് ഷോജു അവരുടെ ഫ്രാക്ചറിന്റെ കാര്യമൊന്നും അവരോട് പറയില്ല. അങ്ങനെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഓടുന്നത് ചെങ്ലങ് ആയിരിക്കും. അവന്റെ റൗണ്ട് കഴിഞ്ഞ് അടുത്തതായിട്ട് മറ്റേ ഗേൾ ആയിരിക്കും ഓടുന്നത്. ആ കുട്ടിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ തീരെ ഓടാൻ പറ്റുന്നുണ്ടാകില്ല. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഷോജുവിന് സ്റ്റിക്ക് കിട്ടുക. ഷോജു അവളുടെ വേദനയൊക്കെ സഹിച്ച് ഓടാൻ തുടങ്ങും. കാലിലെ വേദന കാരണം അവളുടെ കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരുന്നുണ്ടാകും. എല്ലാം സഹിച്ച് ജയിക്കണം എന്നൊറ്റ ലക്ഷ്യത്തോടെ അവൾ ഓടും. അങ്ങനെ എല്ലാവരെയും പുറകിലാക്കിക്കൊണ്ട് അവൾ മുന്നിലേക്ക് എത്തും. നമ്പർ 14 സ്കൂളിലെ ഗേളും ഷോജുവും ഒരേ സമയത്തായിരിക്കും സ്റ്റിക്ക് കൊടുക്കുക. ലാസ്റ്റ് റൗണ്ട് ഓടുന്നത് ലൂഷി ആയിരിക്കും. അങ്ങനെ ഓടി ഓടി അവരുടെ ടീം ജയിക്കും. മാച്ച് ജയിച്ച് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ
ഷോജുവിനെ തെരഞ്ഞ് ലൂഷി പോകും. ഷോജു ഗ്രൗണ്ടിൽ വീണ് കിടക്കായിരിക്കും. ചെങ്ലങ് അവിടേക്ക് വന്ന് അവളുടെ കാല് കണ്ട് മെഡിക്കൽ റൂമിലേക്ക് പോകാൻ വേണ്ടി പറയും. അതിന്റെ ആവശ്യമില്ല, അവൾക്ക് ഇനിയും മാച്ച് ഉണ്ടെന്ന് അവൾ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ലൂഷി അങ്ങോട്ട് വരുന്നത്. അവളുടെ കാല് കണ്ടതും ഒന്നും നോക്കാതെ അവളെ എടുത്തുകൊണ്ട് അവർ മെഡിക്കൽ റൂമിലേക്ക് ഓടും. ഭാഗ്യത്തിന് അവളുടെ കാലിന് കൂടുതൽ പരിക്കൊന്നും പറ്റിയിട്ടുണ്ടാകില്ല. ഇഞ്ചുറി പറ്റിയിട്ടും അത് പറയാതെ ഓടിയതിന് ലൂഷി അവളെ വഴക്ക് പറയും. എന്തു വന്നാലും നമ്മൾ ജയിച്ചില്ലേ എന്നൊക്കെ അവൾ പറയും. അപ്പോഴാണ് ആ ഗ്രീൻ ആൻഡ് വൈറ്റ് യൂണിഫോം ഏതാണ് എന്ന് അവൾ ചോദിക്കുക. ആ സ്കൂളിലെ ഒരു ഗേളിന്റെ യൂണിഫോമിൽ അവൾ കൂൾ ഡ്രിങ്ക്സ് ആക്കിയെന്നും ആ കുട്ടിക്ക് സോപ്പ് കൊടുക്കാമെന്ന് അവൾ പറഞ്ഞിരുന്നെന്നും പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും ബോബോ അവരുടെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അവിടേക്ക് വരിക. കൂൾ ബാഗ്സ് ആയിരിക്കും അവൻ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നത്. ഇത് മാത്രമേ ഉള്ളൂ, സോപ്പ് ഒന്നും ഇല്ലേ? ഞാൻ ആ കുട്ടിക്ക് സോപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു എന്നും പറഞ്ഞ് ഷോജു വിഷമിച്ചിരിക്കുമ്പോൾ ലൂഷി അത് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറയാൻ വരുന്നുണ്ടെങ്കിലും അതിനു മുന്നേ തന്നെ കോമ്പറ്റീഷൻ ജയിച്ച് അവൾക്ക് വേണ്ടി ആ സോപ്പ് വാങ്ങിക്കൊണ്ടുവരാം എന്ന് ചെങ്ലങ് പറയും. ചെങ്ലങ് അങ്ങനെ ഹൈ ജമ്പ് ഒക്കെ ജയിച്ച് അതിന്റെ പ്രൈസായ സോപ്പും അവൾക്ക് കൊണ്ടു കൊടുക്കും. ചെങ്ലങ് അവൾക്ക് വേണ്ടി കോമ്പറ്റീഷൻ ജയിച്ച് സോപ്പായതുകൊണ്ട് ഇതാ കുട്ടിക്ക് കൊടുക്കണ്ട, മറിച്ച് വേറെ സോപ്പ് കൊടുക്കാം എന്ന് അവൾ വിചാരിക്കും. എന്തായാലും ഇത്രയും സ്റ്റുഡൻസ് ഉള്ളപ്പോൾ ആ കുട്ടിയെ ഞാൻ കാണാൻ ചാൻസ് ഇല്ലല്ലോ, അതൊരു റീസൺ ആക്കി ചെങ്ലങ് വാങ്ങിച്ച സോപ്പ് അവൾ സൂക്ഷിച്ചു വെക്കാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും കറക്റ്റ് ടൈമില് അവിടേക്ക് ആ കുട്ടി വരുന്നത്. അവളെ കണ്ട പാടെ ഷോജുവിന്റെ ഫേസിലെ സ്മൈൽ എല്ലാം പോകും. അവള് വാക്ക് കൊടുത്തതല്ലേ എന്ന് വെച്ച് ആ സോപ്പ് അവൾ ആ കുട്ടിക്ക് കൊടുക്കും. ആ കുട്ടിയുടെ പേര് ലിനിയു എന്നായിരിക്കും. അങ്ങനെ അവര് പരിചയപ്പെടും. ഷോജു അവളെ ഫ്രണ്ട്സിനെല്ലാം അവളെ പരിചയപ്പെട്ടു കൊടുക്കും. അവളുടെ കാലിന് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ലൂഷി ചോദിക്കും. ഇപ്പൊ ഇവര് വിൻ ചെയ്തത് കൊണ്ട് നമ്പർ 14 സ്കൂളിലെ കുട്ടികൾ അവരെ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കണമല്ലോ. മാസ്റ്റർ എന്നൊക്കെ വിളിക്കാൻ വേണ്ടി അവര് പറയുമ്പോ അതൊന്നും വേണ്ടല്ലോ എന്ന് ഷോജു ചോദിക്കും. അങ്ങനെ ചെങ്ലങ് പറയും, നിങ്ങൾ മാസ്റ്റർ എന്നൊന്നും വിളിക്കണ്ട, പക്ഷേ ഇനി മുതൽ നമ്പർ 1 സ്കൂളിലെ ഒരു കുട്ടികൾക്കും നിങ്ങൾ ഒരു ഉപദ്രവമാവരുത് എന്ന്. അത് കേട്ടതും അവര് ഹാപ്പിയായി അതിനൊക്കെ സമ്മതം മൂളും. അവരുടെ വാശിയൊക്കെ മാറ്റിവെച്ച് നമുക്ക് ഇനി ഗെയിംസ് ഒക്കെ കളിക്കാം എന്നൊക്കെ ലൂഷി പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ട് പോകും. അവര് പിന്നീട് ഓരോന്ന് പറഞ്ഞ് ലൂഷിയെ കളിയാക്കും. അവരങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമ്പോഴായിരിക്കും അവിടേക്ക് ക്യൂ ഓടി വരും. മാച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് നീ വരുന്നത് എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അവളെ കിതച്ചുകൊണ്ട് പറയും, നിങ്ങൾ കോമ്പറ്റീഷന് പങ്കെടുത്തത് സ്കൂൾ അറിഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പൽ ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഓടി രക്ഷപ്പെടാൻ പറയാനാണ് ഞാൻ ഇപ്പോൾ ഓടി വന്നത് എന്ന് പറയും. ഷോജുവിന് നടക്കാൻ പറ്റാത്തത് കൊണ്ട് അവളെയും പൊക്കിയെടുത്തുകൊണ്ട് അവരെല്ലാവരും ഓടും. ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ കാണാൻ വേണ്ടി അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.